ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സ്വതന്ത്ര ഭാരത ധരണി അഭിരാമ പുണ്യജനനി അഭിമാനമോടെ പലകുറി പാടാം ധന്യ ധന്യമീ ഗാനം. സ്വതന്ത്ര ഭാരത ധരണി അഭിരാമ പുണ്യജനനി അഭിമാനമോടെ പലകുറി പാടാം ധന്യ ധന്യമീ ഗാനം. ഹിമാലയ പർവ്വതമുടിയിൽ പുതിയ വിഭാതമുണർത്താം. ഉജ്ജ്വല സാഗര ഗോപുര വീജിയിൽ ഉണർവിൻ താമര വിരിയാം. അഭിമാനമോടെ പലകുറി പാടാം ധന്യ ധന്യമീ ഗാനം. ബന്ധനമാർന്ന ഹൃദന്തമുണർത്താൻ മോചനഗാഥകൾ എഴുതാം. നിന്റെ കുരുക്ഷേത്രാങ്കണ വീഥിയിൽ ധർമ്മ പതാകയുയർത്താം. അഭിരാമ പുണ്യജനനി അഭിമാനമോടെ പലകുറി പാടാം ധന്യ ധന്യമീ ഗാനം. വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. அடி என்னடி ரக்கம்மா பல்லாண்டு சிரிப்பு என் நெஞ்சு கொழுங்குதடி. அடி முக்குட்டி மாணிக்க பல்லாண்டு சிரிப்பு மச்சானே மயக்கிதடி. 5-6 ரூபாய்க்கு மணி மாலை உன் கழுத்துக்கு பொருத்தமடி. நம்மூரு மீனாட்சி பார்த்தாலும் அவள் கண்ணுக்கு ஓ ஓ
ഓ അങ്ങനെ. ഓ ഓ ഓ ഇറങ്ങി വാട കള്ള. ഞാൻ പോയിട്ട് നാളെ രാവിലെ വരെ തരാന്ന് പറഞ്ഞത് കൊണ്ടുവരണം കേട്ടോ. കൊണ്ടുവരടാ, വാ. ടാറ്റാ. എന്താ കുതിര കാണിക്കണ? രാസാവേ പൊരുത്തമാ താരാട്ട് മടിയിൽ വെച്ച് താരാട്ട്. പപ്പ എത്തിയിട്ടുണ്ടാവോ? 2 ദിവസത്തെ ക്ലാസ് ലീവായിരുന്നില്ലേ? മോൻ ബാഗെല്ലാം റെഡിയാക്കി വെച്ചോളൂ. മമ്മ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്ന തീവ്രവാദികളുമായുള്ള പോരാട്ടത്തിൽ സ്വന്തം ജീവൻ രാഷ്ട്രത്തിനു വേണ്ടി സമർപ്പിച്ച മേജർ ശിവദാസ് മേനോന്റെ പത്നി രേവതി ടീച്ചർ ആ ധീരദേശാഭിമാനിക്ക് രാഷ്ട്രം നൽകിയ പുരസ്കാരവും വാങ്ങി ഇന്ന് സ്കൂളിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ആദരണീയ ടീച്ചർ നിങ്ങളോട് സംസാരിക്കും. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യരെ വെട്ടിക്കൊല്ലുന്ന അരാജകവാദികളെ ഈ രാജ്യത്ത് നിന്നും ഇല്ലാതാക്കുവാൻ ഇനി നിങ്ങൾ തയ്യാറാവണം. സ്വന്തം രാജ്യത്തെ സ്നേഹിക്കണം. എങ്കിലേ നമുക്ക് നമ്മുടെ വീടിനെയും അച്ഛനെയും അമ്മയും സ്നേഹിക്കാൻ കഴിയൂ. ഈ രാജ്യത്തെ രക്ഷിക്കാൻ ജീവൻ പണയപ്പെടുത്തിയ നമ്മുടെ രക്ഷാഭടന്മാരുടെ പുതിയ തലമുറയിലേക്ക് കരുത്തോടെ വരേണ്ടത് നിങ്ങളാണ്. ഇന്ത്യയെ ഒരിക്കലും ശത്രുക്കൾക്ക് പങ്കുവെക്കാൻ കൊടുക്കരുത്. മനുഷ്യനെ മനുഷ്യൻ സ്നേഹിക്കുന്ന, അനീതിയില്ലാത്ത, അധർമ്മമില്ലാത്ത ഒരു സ്നേഹത്തിന്റെ ലോകം തീർക്കാൻ പ്രതിജ്ഞയെടുക്കൂ. ഭാരതം നിങ്ങളുടെ കൈകളിലാണ്. ജയ് ഹിന്ദ്. ടീച്ചർ, ടീച്ചർ എന്താ വല്ലാതെ ഇരിക്കുന്നത്? ഒന്നുമില്ല. എനിക്കറിയാം, ടീച്ചർ മരിച്ച ഹസ്ബൻഡിനെ കുറിച്ച് ഓർത്തതല്ലേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ടീച്ചറിന്റെ ഹസ്ബൻഡിനെ ആരാ കൊന്നത്? അത് നമ്മുടെ നാട് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം തീവ്രവാദികൾ അവരോട് ഏറ്റുമുട്ടിയപ്പോഴ മണിയൻ വന്ന കുട്ടികളെ കൊണ്ടുപോകാൻ. പൊക്കോളൂ. അമ്മ, രേവതി ടീച്ചർ അവാർഡ് വാങ്ങി ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്നു. സ്കൂളിലെ ടീച്ചർക്ക് സ്വീകരണം ഉണ്ടായിരുന്നു. മോൻ എഴുതി കഴിഞ്ഞോ? കാശ്മീരിലെ ടെററിസ്റ്റുകളെ പിടിക്കാൻ ചെന്നപ്പോ അവരാ രേവതി ടീച്ചറിന്റെ ഹസ്ബൻഡിനെ കൊന്നത്. ഒരുപാട് ടെററിസ്റ്റുകളെ ടീച്ചറിന്റെ ഹസ്ബൻഡും കൊന്നിട്ടുണ്ട്. മരിച്ചപ്പോ അവാർഡും കിട്ടി. മമ്മ, ഈ പട്ടാളക്കാർക്ക് മാത്രമേ അവാർഡ് കിട്ടുള്ളൂ? മോൻ പഠിക്കാൻ നോക്ക്. വലുതായ എനിക്കൊരു പട്ടാളക്കാരനാവണം. വിദേശ രാജ്യങ്ങൾ ആസ്ഥാനമാക്കിയുള്ള തീവ്രവാദി ഗ്രൂപ്പുകൾ രാജ്യം മുഴുവൻ ഭീകരത അഴിച്ചുവിടാൻ ആസൂത്രിതമായി ശ്രമിച്ചു വരികയാണ്. ഇന്ത്യക്ക് പുറത്ത് പരിശീലനം ലഭിച്ച ഒരു സംഘം ചെറുപ്പക്കാരാണ് ഭീകര പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പായ ഹ്യൂമൻ ടൈഗർ ഫോഴ്സിലെ
ഏകദേശം 10ഓളം പേരടങ്ങുന്ന ഒരു സംഘം കേരള തമിഴ്നാട് അതിർത്തിയിൽ എവിടെയോ ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്നാണ് സെൻട്രൽ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. അസാമിലെ മലമ്പ്രദേശത്ത് നിന്നും ആ ഗ്രൂപ്പ് സൗത്തിലേക്ക് കടന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് കൂടെ അന്വേഷിക്കേണ്ടതായി വരും സർ. എനിക്ക് തോന്നുന്നത് നോർത്തേൺ ബോർഡറുകളിൽ അവരുടെ ഓപ്പറേഷനുകൾ ഇപ്പോൾ അസാധ്യമായിരിക്കുന്നു എന്നാണ്. ഒളിച്ചു പാർക്കാനുള്ള ഒരു സേഫ് ലാൻഡ് അവർക്കിപ്പോൾ സൗത്താണ്. IBയുടെ ഒരു സീക്രട്ട് ഇൻഫർമേഷൻ ഉണ്ട്. നോർത്തിൽ നിന്നും ഹ്യൂമൻ ടൈഗർ ഫോഴ്സിലെ ബോംബ് ബ്ലാസ്റ്റിംഗിൽ ട്രെയിനിങ് കിട്ടിയ 3 പേർ സൗത്തിലേക്ക് കടന്നിട്ടുണ്ട്. ആ ഗ്രൂപ്പിനെ അന്വേഷിച്ച് സെൻട്രൽ ഇന്റലിജൻസും വരുന്നുണ്ട്. വി ഷുഡ് കോപ്പറേറ്റ് വിത്ത് ദം. യെസ് സർ. നൗ യു ക്യാൻ ഗോ. The auxiliary have. The following sentences are example to show that have can be a main verb. I have a new car. He has a bad cold. Have in the past had. Past perfect tense ന്റെ ഒരു എക്സാമ്പിൾ എഴുതിക്കോളൂ. I had eaten my breakfast before the visitors arrived. I had eaten my breakfast before the visitors arrived. ജേട്ടന്റെയാ? ജേട്ടൻ ഇടയ്ക്കെങ്ങാനും വരുന്നുണ്ടോ? ഓ ഇല്ല, അവൻ എന്തോ ട്രെയിനിങ് ഉണ്ടെന്നാ എഴുതിയിരിക്കുന്നത്. വെക്കേഷൻ ആവുമ്പോ നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ അനുജൻ ഡൽഹിയിലുണ്ടെന്ന്, അവന്റെ അടുത്തേക്ക്. ഇന്ന് ഇത്രയും മതി, ബാക്കി അടുത്ത ക്ലാസ്സിൽ. കഴിക്ക്. മോന് വഴിയറിയാലോ? സൂക്ഷിച്ചു പോണം, ആരും കാണരുത്. ചാന്ദിനി, യാത്രയൊക്കെ എങ്ങനെ? ഗവൺമെന്റ് ഗസ്റ്റ് ആയിരുന്നില്ലേ 2 ദിവസം, അതുകൊണ്ട് എളുപ്പമായിരുന്നു. ഷീനാസിന്റെ പപ്പയുടെ വിശേഷങ്ങൾ കത്തൊക്കെ വരാറില്ലേ? ഉവ്, ലീവ് കിട്ടാത്തോണ്ട് എന്ന് വരുന്നറിയില്ല. ഇപ്പൊ എവിടെയാ? സൗദിയില്. അവിടെ ഇപ്പൊ ഓരോരോ പ്രോബ്ലംസ്. എവിടെയാ പ്രശ്നങ്ങളില്ലാത്തത്? ഇവിടെയില്ലേ? തൊഴിലില്ലായ്മ, തീവ്രവാദം. നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ അധ്വാനിക്കാൻ മടിയാ. വൈറ്റ് കോളർ ജോബ് കോംപ്ലക്സ്. എത്രയും പെട്ടെന്ന് എല്ലാവർക്കും പണക്കാരനാവണം. അപ്പൊ നമ്മുടെ കുട്ടികളും വഴിതെറ്റും. ഈശ്വര, എന്നാ ഇവർക്കൊക്കെ നല്ല ബുദ്ധി തോന്നാ. ആ, ഷീനാസ് ബ്രില്യൻ സ്റ്റുഡന്റാ. അവനൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാ അവൻ ഇനി നന്നാവും. മമ്മ, എന്താ മോനെ? പപ്പ ഇന്ന് വരുവോ? അറിയില്ല. മോൻ ഉറങ്ങിക്കോ. പപ്പ വന്നോ മമ്മ എന്നെ വിളിക്കോ? വിളിക്കാം.
टॉप टावर से 3 लोग यहाँ मारे हैं। पहला ऑपरेशन दिसंबर 6 तारीख को मुंबई के दलाल स्ट्रीट में होगा। प्लान इंचार्ज का डिटेल्स वो लोग लेकर आएंगे, उसके अनुसार हम लोग ऑपरेशन करेंगे। अमशी, यू आर डिप्यूटेड फॉर दैट। क्या मैं उसके लिए काफी हूँ? नो, टॉप टावर से आने वाले एक आदमी तुम्हारे साथ होगा। दलाल स्ट्रीट की आग से सारे मुंबई को जलाकर राख करना होगा। इसके लिए तैयार रहना, यही संदेश था। जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंधु गुजरात वंगा द्रविड़ उल्कल वंगा अल्लो जनगणमन किंडंग किंडंग जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब. എന്താ മണിയാ ഇത്? തമാശ കാണിക്കാ? ടീച്ചർ മണിന് ഇത്ര വിവരം ഇല്ലാതായോ? ഞാനും ചെയ്യില്ല ടീച്ചറെ. വണ്ടി ഓടിക്കുമ്പോ പാട്ട് പാടണം. ഇന്ന് കിട്ടിയ പാട്ട് ഇതാണ്. അപ്പൊ ഇത് പാടിയല്ലേ കൂട്ടാ? ഇത് പാട്ടല്ല, ഒരു രാജ്യത്തിന്റെ പ്രാർത്ഥനാ ഗീതമാണ്. അതിങ്ങനെ തോന്നുന്നിടത്ത് പാടാനുള്ളതല്ല. ഈ പ്രാർത്ഥന അമ്പലത്തിലല്ലേ, അല്ലാതെ സ്കൂളിലല്ലല്ലോ. അമ്പലത്തിൽ ആരെയാ പ്രാർത്ഥിക്കുന്നത്? ഈശ്വരനെ. അങ്ങനെ ഒരു ഈശ്വരനാണ് നമ്മുടെ രാജ്യവും. ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ നമ്മൾ രാജ്യത്തെയും സ്നേഹിക്കണം. ടീച്ചർ പറഞ്ഞു കേട്ടല്ലോ, ഇനി മേലാൽ എന്റെ അടുത്ത് ഇങ്ങനത്തെ പാട്ട് പാടാൻ പറയരുത്. പോയി കൊടുന്ന്. അയ്യോ, സാറ് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം. ഞാൻ പറഞ്ഞടോ. സാർ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സാർ എസ് ഐ കണ്ടിട്ട് ഒന്ന് പറഞ്ഞാൽ മതി. ജീപ്പ് ഒന്നുമില്ല സാർ, ഒന്നുമില്ലേ? ആ, നിങ്ങൾ അങ്ങോട്ട് മാറിക്ക്, ഞാൻ ഒന്നുകൂടി പറഞ്ഞു നോക്കാം. സാർ, മുതുമല വയർലെസ് സ്റ്റേഷനിൽ നിന്ന് ഒരു അർജന്റ് മെസ്സേജ് ഉണ്ടായിരുന്നു സാർ. എന്താടോ, വീരപ്പ ഇങ്ങോട്ട് താമസം മാറ്റുന്നു എന്നാണോ? പറയടോ, ഏത് കാട്ടുകളാണ് ഈ വഴിക്ക് വരുന്നത്? ഐബിയുടെ മെസ്സേജാ, ഏതോ തീവ്രവാദി സംഘം ഈ ഏരിയയിൽ ക്യാമ്പ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്. എന്റെ ഈശ്വര, യവനൊക്കെ നോർത്ത് ഇന്ത്യയിൽ താമസിക്കാൻ സ്ഥലമില്ലാതായോ? മനുഷ്യനെ മെനക്കെടുത്താൽ ഇങ്ങോട്ട് കെട്ടിയെടുത്തോളൂ. എന്താടോ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഏർപ്പാട്? ബൈസൺ വാലി റിസർവ് ഫോറസ്റ്റ് കംപ്ലീറ്റ് അരിച്ചു പെറുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഫോഴ്സിന് വേണ്ടി വന്നാൽ ആവശ്യപ്പെടാനും അറിയിച്ചിട്ടുണ്ട്. നമ്മൾ അരിച്ചു പെറുക്കാൻ ചെന്നാൽ ജീവനും കൊണ്ട് തിരിച്ചു വരുമെന്ന് എന്താ ഉറപ്പ്? കയ്യിലുള്ള വാരിക്കുന്തം കൊണ്ട് അങ്ങോട്ട് ചെല്ലിയേ വേണ്ടു. ഈ ശരീരം പോലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ദൈവമേ, അവന്മാരുടെ കൈ കൊണ്ട് ചാകാനാ വിധിയെങ്കിൽ അനുഭവിക്കാതെ വയ്യല്ലോ. ഫോഴ്സിന് ആവശ്യപ്പെട്ടാലോ സാർ? ഈ തീവ്രവാദി സംഘം എത്തിന്നുള്ള കൺഫേംഡ് ആണേ? അറിയില്ല സാർ, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലോ? ചെല്ല് ചെല്ല്, വെറും കൈയോടെ പോണ്ട. ഇവിടെ ഒരു ലൊട്ടിലൊടുക്ക് ജീപ്പും 6 തുരുമ്പിച്ച റൈഫിൾ ഇരിപ്പുണ്ട്, അതും കൂടെ എടുത്തോണ്ട് പോക്കോ. പിടിച്ചാലൊരു മെഡലും ഗുഡ് സർവീസ് എൻട്രിയും. ശവത്തിന് ഇതൊക്കെ കിട്ടിയിട്ട് എന്ത് കാര്യമാണോ? എന്റെ ഈശ്വര, മനസമാധാനം കെടുത്താൻ യവന്മാരെന്തിനാ ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടത്? ഞാനില്ലെന്ന് പോയി പറയണോ സാർ? ഏത് എണ്ണം കെട്ടവനെയാണോ എന്തോ കണി കണ്ടത്. ഷിനാസെ, ഞാൻ മറ്റന്നാ ഡൽഹിക്ക് പോവാ. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞേ വരൂ. എന്തിനാ പോന്നെ? പപ്പയ്ക്ക് എന്തോ ഓഫീസ് ആവശ്യമായിട്ട് പോവാ. ഞങ്ങളും പോകുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് വരുമ്പോ ഞാൻ തനിക്ക് ഒരുപാട് ടോയ്സും ടോഫിയും കൊണ്ടുവരാട്ടോ. മമ്മ, എന്താ മോനെ? ഇങ്ങനെ എത്ര ദിവസം ഇതും കൊണ്ട് പോവേണ്ടി വരും? എനിക്ക് വയ്യ. മോന് പേടി തോന്നുന്നുണ്ടോ? പപ്പ പറഞ്ഞാ നമുക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? മോനൊന്നും പേടിക്കണ്ട, എല്ലാം നോക്കാൻ പപ്പയില്ലേ. മോൻ ചെല്ലേ. വണ്ടി നിർത്തട്ടെ, ഇനി ഞാൻ ഇറങ്ങി അട വെക്കണോ? സൂചിച്ചിരിക്കാതെ ഇറങ്ങി. എല്ലാരും പോയി കാട് അരിച്ചു പിറക്കി. ഉണ്ടേയും തോക്കുള്ള ഒരുത്ത ഇവിടെ വന്നില്ലേ? ഒരു കാര്യം പറഞ്ഞാൽ എല്ലാരും കൂടെ ചാടി അങ്ങ് ഓടണമല്ലേ? ഭാര്യയും കൊച്ചുങ്ങളും ഉള്ളതാണേ, അങ്ങ് ഇട്ടറിഞ്ഞിട്ട് ഓടയാണല്ലേ? പിടിച്ചില്ലേ?
മോനെന്താ വൈകിയത്? വഴി മുഴുവൻ പോലീസുകാരാ. മോനെ അവര് കണ്ടോ? ഇല്ല പപ്പ. പേടിച്ചു പോയല്ലേ? സാരമില്ല. പപ്പ, എന്താ മോനെ? ആ പോലീസുകാര് പപ്പയെ പിടിച്ചോണ്ട് പോവോ? പപ്പയെ പിടിച്ചാ പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? ഇല്ല മോനെ, പപ്പ അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. മോന്റെ ക്ലാസ് ഒക്കെ എങ്ങനെ? നന്നായി പഠിക്കുന്നില്ലേ? ഓ പപ്പ. പപ്പ, സ്കൂളിലെ ബാൻഡ് ഗ്രൂപ്പിൽ ഞാനും ചേർന്നു. ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് നാഷണൽ ആന്തം കൊയർ ഗ്രൂപ്പിലേക്ക് പാടാൻ എന്നെയാ സെലക്ട് ചെയ്തേക്കുന്നത്. ക്ലാസ്സിൽ ഏറ്റവും നന്നായി പാടുന്ന ഞാനാ. നാഷണൽ ആന്തം ഞാൻ പാടട്ടെ? ജനഗണമ. മോൻ പേടിച്ചു പോയോ? സോറി. വേണ്ട മോനെ, ഇതൊന്നും പാടണ്ട. ടീച്ചർ പറഞ്ഞല്ലോ ദേശീയഗാനം നമ്മുടെ പ്രാർത്ഥന ഗാനമാണെന്ന്. നമ്മൾ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന്. അത് ടീച്ചറുടെ രാജ്യത്തിന് വേണ്ടിയാണ് മോനെ. ഇത് നമ്മുടെ രാജ്യമല്ല. ഇന്ത്യ നമ്മുടെ രാജ്യമല്ല. ഇവിടെ മുഴുവൻ നമ്മുടെ ശത്രുക്കളാണ്. ഇത് നമ്മുടെ ശത്രുക്കളുടെ രാജ്യമാണ്. ആ, എബി ഇന്ന് തന്നെ ജോയിൻ ചെയ്യുന്നില്ലേ? യെസ് സർ. ഇപ്പൊ തന്നെ ഒരാഴ്ചത്തെ ക്ലാസ് നഷ്ടമായി. ഓ, ഇറ്റ്സ് ഓൾ റൈറ്റ്. വി വിൽ മേക്ക് ഇറ്റ് അപ്പ്. സർ, 6th എയിലേക്ക് ഇയാളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. ശരി സർ. ആ, ഇനിയിപ്പോ ഇവിടുന്നും ട്രാൻസ്ഫർ ഉണ്ടാവൂ? ഒന്നും അറിയില്ല സർ. ഗവൺമെന്റ് തീരുമാനിക്കുന്നു, ഞങ്ങൾ അനുസരിക്കുന്നു. ജോലി അങ്ങനത്തേതായിപ്പോയില്ലേ. ശരി സർ, ഞങ്ങൾ ഇറങ്ങട്ടെ. താങ്ക് യു സർ. വെൽക്കം. Delhi is a wonderful city. It is one of the most ancient and historic cities in the world. Teacher. വരൂ. സ്റ്റുഡൻസ്, നിങ്ങൾക്കിതാ ഒരു പുതിയ ഫ്രണ്ട്, എബി സെബാസ്റ്റ്യൻ. എവരിബഡി സേ ഹൈ ടു എബി സെബാസ്റ്റ്യൻ. വെൽക്കം എബി സെബാസ്റ്റ്യൻ. താങ്ക് യു. Come to our lesson. Delhi is a wonderful city. It is one of the ഈ സീറ്റ് എന്റെ ഫ്രണ്ട് അനിലിന്റേതാ. അവൻ ഡൽഹിക്ക് പോയിരിക്കുക. തിരിച്ചു വരുമ്പോ ഈ സീറ്റ് ഒഴിഞ്ഞെടുക്കണം. അപ്പൊ ഞാൻ തന്നെ ഫ്രണ്ട് അല്ലേ? You are my friend. Since 3500 years ago. ഇനി വേറൊരു മാർഗവുമില്ല. ഫെയ്റ്റ് എല്ലാം അനുഭവിച്ച് തീർക്കുക. ഷിനാസിന്റെ കാര്യം ആലോചിക്കുമ്പോൾ മാത്രമേ എനിക്ക് പേടിയുള്ളൂ. എന്ത് പേടി? 4 വശത്തു നിന്നും ചൂണ്ടിയ തോക്കിന് നടുവിൽപ്പെട്ട ഒരിരയ്ക്ക് എന്ത് പേടി? ആരെ പേടിക്കാൻ? ഒന്നുകിൽ ഇന്ത്യ ഗവൺമെന്റ്, അല്ലെങ്കിൽ സ്വന്തം ആളുകൾ. ഒന്ന് മാത്രമേ സത്യമുള്ളൂ, മരണം. അതെപ്പോഴാന്ന് മാത്രം നോക്കിയാൽ മതി. അരുത്, വേണ്ടാത്തതൊന്നും ചിന്തിക്കരുത്. നിന്നെ പറ്റി ഓർക്കുമ്പോഴാ വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. കൈ നിറയെ പണം വന്നപ്പോ ഒന്ന് ആലോചിക്കാൻ പോലും തോന്നാതെ എല്ലാം നിർത്തി എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടാലോ? നോ, ഇറ്റ്സ് എ ട്രാപ്പ്. നോബഡി കാൻ എസ്കേപ്പ്. ഒരു തീവ്രവാദിയുടെ കുടുംബത്തെയും ഇന്ത്യ ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്നെ ഈ ട്രാപ്പിൽപ്പെടുത്തിയ വിദേശ ശക്തി ഞാനിതിൽ നിന്നും പിന്മാറിയ എന്റെ മുന്നിലിട്ട് നിന്നെയും മോനെയും കൊല്ലും. ഇനി ഒരിക്കലും നമുക്ക് നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഐ വാണ്ട് ടു ഗോ. അവരവിടെ എന്നെ കാത്തിരിക്കും. മോനെ നോക്കണം. അവൻ എന്താവശ്യപ്പെട്ടാലും കൊടുക്കണം. ഞാനിവിടെ ഇല്ലാത്ത കുറവ് അവനുണ്ടാവരുത്. അവൻ നന്നായി പഠിക്കുന്നുണ്ട്. എന്തിന്? അവൻ എന്താവണമെന്ന് ആഗ്രഹിക്കാൻ പോലും നമുക്കാവില്ലല്ലോ. ഈ ട്രാപ്പിൽ വീണവർക്കെല്ലാം ഒരു വഴിയേ ഉള്ളൂ, മരണത്തിന്റെ വഴി.
അമ്മ അമ്മ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. പപ്പ വന്നിരുന്നു അല്ലേ? ഉം. പപ്പ വന്നപ്പോ അമ്മ എന്താ എന്നെ വിളിക്കാതിരുന്ന? അത് മോൻ ഉറങ്ങുകയായിരുന്നു. പപ്പ ഇനിയും വരില്ലേ? ഇല്ല, അമ്മ വെറുതെ പറയാ. വല്ലപ്പോഴും പപ്പ വരുന്ന, എന്നിട്ട് എൻ്റെ അടുത്തൊന്നും ഇരിക്കാറ് കൂടിയില്ല. അനിലിന്റെ അപ്പയ്ക്ക് അവനോട് എത്ര സ്നേഹമെന്ന് അറിയുമോ? എൻ്റെ അപ്പയ്ക്ക് മാത്രം എന്നോട് ഒരു സ്നേഹവും ഇല്ല. അല്ല മോനെ, പപ്പയ്ക്ക് മോനോട് ഒരുപാട് ഇഷ്ടം. ഇല്ല, പപ്പയ്ക്ക് ആരെയും ഇഷ്ടമില്ല. ഇന്നാൾ ഞാൻ ദേശീയഗാനം പാടിയതിന് പപ്പ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അത് നമ്മുടെ ശത്രുക്കളുടെ പാട്ടാണെന്നും ഇവിടെ ഉള്ളവരെല്ലാവരും നമ്മുടെ ശത്രുക്കളാണെന്നും. ശരിയാണോ മാമ? മമ്മ എന്താന്നും മിണ്ടാത്ത? സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ചത് ഇങ്ങനെയൊന്നുമല്ല. ഇന്ത്യ നമ്മുടെ രാജ്യമാണ്, നമ്മൾ ഈ രാജ്യത്തെ സ്നേഹിക്കണം, എന്നാലേ വീടിനെയും മാതാപിതാക്കളെയൊക്കെ സ്നേഹിക്കാൻ പറ്റുന്നു. എന്നിട്ട് പപ്പ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പപ്പയും ടീച്ചറൊക്കെ ഓരോന്നാ പറയാ. ആര് പറയുന്നതാ ഞാൻ പഠിക്കേണ്ടത്? മമ്മ, തോക്കും ആൾക്കാരൊക്കെയായി പപ്പ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ പപ്പ കാട്ടി കിടന്നുറങ്ങുന്ന? പപ്പയ്ക്ക് ഇവിടെ ഒന്ന് താമസിച്ചൂടെ? പപ്പയ്ക്ക് മമ്മയോടും ഇഷ്ടമില്ല, അതുകൊണ്ടല്ലേ? മോനെ, എന്താ? എന്തു പറ്റി മോനെ? പപ്പ പപ്പ മോനെന്താ സ്വപ്നം കണ്ടോ? പേടിക്കണ്ട കേട്ടോ, മമ്മ അടുത്തില്ലേ. മോൻ കിടന്നോളൂ. ഷിനാസ് എന്താ എപ്പോഴും ഒറ്റയ്ക്ക് പോയി നിൽക്കുന്ന? ഒന്നുമില്ല. എന്നാവാ, താൻ എന്റെ വീട്ടിലേക്ക് വരുമോ? ഒരുപാട് ടോയ്സ് വെച്ച് നമുക്ക് കളിക്കാം. ഇവിടെ എനിക്ക് താൻ മാത്രമല്ലേ ഫ്രണ്ടായിട്ടുള്ളൂ. താൻ വരില്ലേ? ബ്രിഡ്ജിന്റെ അടുത്തുള്ള ഒരു വലിയ വീടില്ലേ, സായിപ്പിന്റെ ബംഗ്ലാവ്, അവിടെ ഞങ്ങൾ താമസിക്കുന്നത്. താൻ വരില്ലേ? 1 2 3 എണ്ണം തെറ്റിയല്ലേ എന്നെയാ വീട്ടിൽ ചീത്ത പറയാ. എന്ത് പറ്റി മണിയാ? ഇന്ന് പാട്ടൊന്നില്ലേ? നിർത്തി, വേണ്ട. അപ്പൊ നിങ്ങൾ മണിയനൊരു പാട്ട് പാടിക്കൊടുക്ക്. പാടാൻ കുറുവാലൻ കുയിലേവാ, കിങ്ങിണി കെട്ടി കൂടെ നടക്കാൻ കളിയാടും മയിലേവാ. കൂകിപ്പാടാൻ കുറുവാലൻ കുയിലേവാ, കിങ്ങിണി കെട്ടി കൂടെ നടക്കാൻ കളിയാടും മയിലേവാ. മഞ്ഞു പെയ്യുമീ മാമലയിൽ കുഞ്ഞിക്കുരുവിക്ക് വേളിയല്ലേ, മിന്നാടും മിന്നാമിന്നി നീ മിന്നിവാ, കോലോലം ഓലഞ്ഞാലി പൂത്താലി പൊന്നും കൊണ്ടേവാ, പൊന്നാവണിയാ പൊന്നാതിരയാ. കൂകിപ്പാടാൻ കുറുവാലൻ കുയിലേവാ, കിങ്ങിണി കെട്ടിക്കൂടെ നടക്കാൻ കളിയാടും മയിലേവാ. മാരിവില്ലിൻ മഞ്ചലേറിപ്പോകാലോ, മാണിക്കച്ചില്ലുമേഘച്ചില്ല മേലെ പൂക്കാലോ. മാനത്തെ മാരിവില്ലിൻ മഞ്ചലേറിപ്പോകാലോ, മാണിക്കച്ചില്ലുമേഘച്ചില്ല മേലെ പൂക്കാലോ. പൂവാലി പ്രാവായി പാറിങ്ങും പോകാലോ, പൂവാനത്തുമ്പിയായി തുമ്പനുള്ളിപ്പാടാലോ. മഞ്ഞൂറുമീ മാമ്പൂക്കളിൽ മാമുണ്ണാൻ തേൻ തേടി
കിക്കിളി കൂട്ടാലോ ചക്കര മുത്തിന് മുന്തിരി മുത്തിൽ മുട്ടൻ മുട്ടൻ കുക്കു കുക്കു കൂകി പാടാൻ കുറുവാലൻ കുയിലേവാ കിങ്ങിണി കെട്ടിക്കൂടെ നടക്കാൻ കളിയാടും മയിലേവാ കണ്ണാടിക്കൂട്ടിനുള്ളിൽ കണ്ണ് പൊത്തി കളിയാടാം കുഴലൂത്തും പാട്ടുമായി കുഞ്ഞുകാറ്റിൽ വിളയാടാം കണ്ണാടിക്കൂട്ടിനുള്ളിൽ കണ്ണ് പൊത്തി കളിയാടാം കുഴലൂത്തും പാട്ടുമായി കുഞ്ഞുകാറ്റിൽ വിളയാടാം പുന്നാരത്താരങ്ങൾ പൂച്ചിലമ്പായി ചാർത്തിടാം പൊന്നൂഞ്ഞാൽ നൂല് കെട്ടിച്ചാഞ്ഞിറങ്ങിച്ചാണ്ടാടാം മാൻപേടകൾ മേഞ്ഞോടുമീ മലരാടും മലമേട് സ്വന്തമാക്കിടാം തൊങ്ങൽ കുഞ്ഞിയ കിങ്ങരി നീട്ടിടാ ചിങ്കിരി മുത്തിനു ചിത്തിര മുത്തിൽ മുത്തം മുത്തം കുക്കു കുക്കു കൂകി പാടാൻ കുറുവാലൻ കുയിലേവാ കുയിലേവാ കിങ്ങിണി കെട്ടിക്കൂടെ നടക്കാൻ കളിയാടും മയിലേവാ മഞ്ഞു പെയ്യുമീ മാമലയിൽ കുഞ്ഞിക്കുരുവിക്ക് വേലിയല്ലേ നിന്നാടും മിന്നാമിന്നി നീ മിന്നിവാ കോലോലം പോലെ ഞാലി പൂത്താലി പൊന്നും കൊണ്ടേവാ പൊന്നാവണിയാ പൊന്നാതിരയാ ലാ, 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 ലാ. ഓ, ലാ, 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 ലാ. ഷിനാസ് താൻ എങ്ങോട്ടാ? വാ, എന്റെ വീട്ടിൽ പോവാ. ഇല്ല, മമ്മ വഴക്കുറയും. പിന്നെ ഒരു ദിവസം മമ്മയോട് ചോദിച്ചിട്ട് വരാം. പപ്പ, ഷിനാസ് വരുന്നില്ലാന്ന്. പപ്പ ഒന്ന് വിളിച്ചു നോക്കിയേ. വാഷിനാസ് മമ്മയോട് അങ്കിൾ പറയാം. എബിക്ക് വേറൊരു കൂട്ടില്ലാത്തോണ്ടല്ലേ. എബി എപ്പോഴും മോന്റെ കാര്യം പറയും. പോവാ വാന്നേ, കുറച്ചു കഴിഞ്ഞ് നമുക്ക് ഈ വണ്ടി തന്നെ മോന്റെ വീട്ടിലേക്ക് പോവാം. വാ വാ. മോന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? മമ്മ മാത്രം. മോന്റെ പപ്പ? പപ്പ ഇവിടെ ഇല്ല. പുറത്താ? ആ, പുറത്തെവിടെയാ? ഇതൊക്കെ വീട്ടിൽ ചെന്നാലും ചോദിക്കാമല്ലോ. നീ വണ്ടി കയറ്. വാ കേറ്. കളിക്ക് കളി. കുതിര ഇടിച്ചിടരുത്. ആ കൊണ്ടുവാ. ഇങ്ങനെ ലെഫ്റ്റ്, അവിടെ നിന്ന് റൈറ്റ്, അങ്ങനെ പതിയെ. ആ ഇനി പുറകിലേക്ക്. സോറി, അറിയാതെ പറ്റിപ്പോയതല്ലേ. ചെറിയ ആക്സിഡന്റ് വന്നതിന്. പുതിയ കാരണം വേണ്ട, ഇതിന് ഇൻഷുറൻസ് കിട്ടും. മോനെ ബി എന്തായി കാണിക്കുന്നത്? രണ്ടുപേരുടെ വഴക്കൂടുക. വാ കാപ്പിടിക്കാം. വാ മോനെ. വാശനസ് വാ. അമ്മ വഴക്ക് പറയുമെന്നുള്ള പേടിയാ ഷിനാസിന്, അല്ലേ? അമ്മ, ഇത് എബി. എന്റെ ക്ലാസ്സിലാ. ഇത് എബിയുടെ പപ്പ. മോൻ എപ്പോഴും ഷിനാസിനെ പറ്റി പറയും. ഇന്ന് വഴിക്ക് വെച്ച് കണ്ടപ്പോ ഞങ്ങൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവനോട് ദേഷ്യപ്പെടരുത്.
സമയം കിട്ടുമ്പോൾ മോനെയും കൂട്ടി വീട്ടിലേക്ക് വരണം. ആ ബ്രിഡ്ജിനടുത്തുള്ള സായിപ്പിന്റെ ബംഗ്ലാവിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. വരട്ടെ. മമ്മ എന്താ അവരകത്തേക്ക് വിളിക്കാൻ? അവര് സ്ട്രേഞ്ചേഴ്സാ. മോനിനെ ആര് വിളിച്ചാലും കൂടെ പോരുത് കേട്ടോ. 3 വർഷമായി ഞാൻ ഈ കസേരയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്റെ ഈശ്വര, അതിനിടയിൽ ആദ്യമായിട്ടാ സാറിനെ പോലെ ഒരു മേലുദ്യോഗസ്ഥൻ ഇങ്ങോട്ട് വരുന്നത്. അതെന്റെ കുഴപ്പമായിട്ടാണോ മിസ്റ്റർ രാജേഷിന് തോന്നുന്നത്? അയ്യോ സാർ, അങ്ങനൊന്നും കരുതിയിട്ടല്ല പറഞ്ഞത്. സാറിനെ പറ്റി ഞങ്ങൾക്കറിയാം. ഉടുമ്പും ചോലയിലെ മേപ്പാടിയിലെ നക്സലേറ്റിലെ ഒതുക്കിയതിന് സർക്കാരിന്റെ അവാർഡ് വാങ്ങിയ സാറിനെ പോലെ ധീരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മുടെ നാടിന്റെ... മതി മതി. മുകളിൽ നിന്നുള്ള ഓർഡർ അനുസരിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യുന്നു. ഒത്താലൊത്തു. മിസ്റ്റർ രാജേഷ്, ഇവിടെ ഏതോ തീവ്രവാദി ഗ്രൂപ്പ് ക്യാമ്പ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും... എന്റെ സാറേ, മുതുമലയെന്നൊരു മെസ്സേജ് കിട്ടി. ഞാൻ ഈ കാട് മുഴുവൻ അരിച്ചു പറക്കിയിട്ടും തീവ്രവാദികളുടെ ഒരു പൊടി പോലും കണ്ടില്ല. അല്ലെങ്കിലും ഈ നോർത്ത് ഇന്ത്യയിൽ കിടക്കുന്ന തീവ്രവാദികൾ സൗത്തിൽ വന്ന് എന്ത് ചെയ്യാനാ സാറേ? ഡോണ്ട് ടോക്ക് നോൺസെൻസ്. നോർത്തിനേക്കാൾ സേഫ് ആയ ഒരു സ്ഥലമാണ് സൗത്ത്. അവർക്കിപ്പോ സൗത്തിൽ അവരുടെ നീക്കം നമുക്ക് തടഞ്ഞേ പറ്റൂ. ആ നക്സലേറ്റുകളെ ഒതുക്കിയതല്ലേ യവന്മാരെ അത്ര പെട്ടെന്നൊന്നും എന്തോ എനിക്ക് തോന്നുന്നുണ്ട്. തന്റെ തോന്നലുകളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനിയെങ്കിലും ഈ വക കാര്യങ്ങൾ അല്പം കൂടെ ശ്രദ്ധിക്കും. ഓ, ഇന്ന് ഏത് എണ്ണം കെട്ടവനെയാണോ എന്തോ കണി കണ്ടത്? വല്ലതും പറഞ്ഞോ സാർ? പറഞ്ഞോ പറഞ്ഞു. തന്നെ പോലെ എണ്ണം കെട്ടവന്മാരുടെ ജോലി ചെയ്യുന്നതിലും ഭേദം തീവ്രവാദികളുടെ വെടികൊണ്ട് ചാവുന്നതാണ് നല്ലത്. പോടോ. BOX 1000 calling. Over. Roger 1000. Over. BOX 1000 Bison Valley, 320 feet height. Task Force. East Side Temple, 13 Blue Moon. Over.
ഈ 13-ന് ഫുൾ മൂൺ ഡേ. ആ ദിവസം ഒരു ഓപ്പറേഷനാണ് അയാൾ പ്ലാൻ ചെയ്തത്. നോ, അത് നടക്കരുത്. അവൻ എവിടെ താമസിക്കുന്നത്? ഫ്രിഡ്ജിനടുത്തുള്ള സായിപ്പിന്റെ ബംഗ്ലാവിൽ. അൽത്താഫ്, ഇന്ന് രാത്രി തന്നെ അത് നടന്നിരിക്കണം. അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഇന്ന് രാത്രി കൊല്ലാൻ ആള് വരും. ഷിനാസ്, എന്താ ഒന്നും എഴുതാത്തത്? എന്ത് പറ്റി നിനക്ക്? ഞാൻ ഒന്നുമില്ല. ടെസ്റ്റ് പേപ്പർ എഴുതുന്നില്ലേ? എഴുതിക്കോളൂ. ഇന്ന് രാത്രി കൊല്ലാൻ ആള് വരും. ഇതാരെങ്കിലും പറ്റിക്കാൻ എഴുതി വെച്ചായിരിക്കും സാർ, അല്ലാതെ നോട്ട് ബുക്കിൽ വെച്ചിട്ട് ആരെങ്കിലും കൊല്ലാൻ വരുമോ? വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. ഇന്നത്തെ ഉറക്കവും പോയി. മോനെ, നിനക്ക് എന്താ പറ്റിയത്? കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു. പപ്പ ചീത്തയാ മമ്മ. പപ്പയ്ക്ക് ആരോടും സ്നേഹമില്ല. മോൻ എന്താ ഈ പറയുന്നേ? മോന്റെ പപ്പ നല്ല ആളാ. പപ്പയ്ക്ക് എല്ലാരോടും ദേഷ്യ. പപ്പ നല്ല ആളല്ല. പപ്പ എല്ലാരെയും കൊല്ലും. എന്താ മോനെ നീ പറയണേ? വേണ്ടാത്തതൊന്നും ആലോചിക്കണ്ട. Message is not clear. Repeat it once more. Over. Message is clear. Over.
മതിയാക്കാരായില്ലേ? രാവിലെ മുതൽ ഇരിക്കാൻ തുടങ്ങിയതാണല്ലോ. മോനുറങ്ങിയോ? ഇല്ല, അവനെന്തോ ഹോംവർക്ക് ചെയ്യാം. നിങ്ങൾ കിടന്നോ, ഞാനത് തീർത്തിട്ട് ഇപ്പൊ വരാം. ചെല്ലേ. ആരാ? Don't move! യെസ് സർ. ഓക്കെ സർ, എല്ലാ ഏർപ്പാടൊക്കെ കഴിഞ്ഞു സർ. നോക്കിക്കൊള്ളാം സർ. ഓർഡർ ചെയ്തു സർ. സർ സർ താങ്ക് യു സർ. മിനിസ്റ്ററാ, സബാസ്റ്റ്യന്റെയും കുടുംബത്തിന്റെയും കൊലപാതകം നിയമസഭയിൽ ഒച്ചപ്പാടുണ്ടാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ നക്സൽ ഗ്രൂപ്പ് ഈ കൊലപാതകം നടത്തിയെന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? മർഡർ നടന്നത് രാത്രി 11:45 സർ. 12 മണിയോട് അടുപ്പിച്ച് വിമോചനപ്പെട എന്ന നക്സലൈറ്റ് ഗ്രൂപ്പ് ബൈസൺ വാലി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഈ കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടെന്ന എസ് ഐ രാജേഷ് അറിയിച്ചത്. സർ, ആ നെക്സലൈറ്റ് ഗ്രൂപ്പിനെ ഒതുക്കാനായി ഒരുപാട് പ്രയത്നിച്ച ആളാ കൊല്ലപ്പെട്ട സെബാസ്റ്റ്യൻ. ഏത് നിമിഷവും ഒരു അറ്റാക്ക് അയാൾ പ്രതീക്ഷിച്ചിരുന്നു. ഒരാഴ്ച മുമ്പ് ആരോ മുന്നറിയിപ്പ് കൊടുത്തതുകൊണ്ട് ഒരു അറ്റംപ്റ്റ് ഫെയിലിയർ ആയെന്ന് കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് ഫോൺ ചെയ്തപ്പോഴും പറഞ്ഞിരുന്നു. ഒരു ഫോൺ കാൾ കൊണ്ട് മാത്രം ആ ഗ്രൂപ്പാ നടത്തിയതെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? അല്ല സർ, ശവശരീരങ്ങൾ കിടന്ന വീട്ടിലെ ചുമരിൽ വിമോചനപ്പെടയെന്ന് ചോര കൊണ്ട് അവർ എഴുതിയിരുന്നു. പിന്നെ ആ ഗ്രൂപ്പിന്റെ ഭീഷണി സെബാസ്റ്റ്യൻ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട എല്ലാരെയും അറസ്റ്റ് ചെയ്തേക്കൂ. ഇല്ല മോനെ, പപ്പ ആരെയും കൊന്നിട്ടില്ല. മമ്മയല്ലേ പറയുന്നേ, പപ്പയ്ക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല. അല്ല, എബിയൻ ഡാഡി കൊന്നത് പപ്പയാണ്. പപ്പ ദുഷ്ടനാ, അതെന്റെ പപ്പയല്ല. ഈസ് എ ഡെവിൾ. മമ്മ, അതെന്റെ പപ്പയല്ല. മോനെ, പപ്പ ആളുകളെ കൊല്ലുന്നവനാ. അങ്കിളിനെ കൊല്ലാൻ പറയുന്നത് ഞാൻ കേട്ടതാ. ആ അങ്കിൾ എന്നോട് എന്ത് സ്നേഹമാണെന്ന് അറിയാമോ? ആ അങ്കിൾ എനിക്ക് ഒരുപാട് ടോയ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് ആ അങ്കിളിനെയല്ലേ പപ്പ കൊന്നത്? പപ്പ എനിക്ക് എന്താ തന്നത്? ആൾക്കാരെ കൊല്ലാനാ പഠിപ്പിച്ചത്. പപ്പ എല്ലാരെയും കൊല്ലും, എന്നെയും അമ്മയും ഒക്കെ കൊല്ലും. വേണ്ട അമ്മ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. അരുത് മോനെ, പപ്പയെ വിട്ട് നമ്മൾ എവിടെ പോവാൻ? പപ്പ ആരെയും കൊന്നിട്ടില്ല, ഒക്കെ മോന്റെ തോന്നല. മോനറിയോ, മോനെയും അമ്മയൊക്കെ പപ്പ ഒരുപാട് സ്നേഹിച്ചിട്ടേ ഉള്ളൂ. മോൻ മമ്മയെ വിശ്വസിക്കേ, പപ്പ പാവ.
Yes. Shyam. Send him in. ഗുഡ് മോർണിംഗ് സർ. Good morning. Please come. Take your seat. താങ്ക് യു സർ. മിസ്റ്റർ ശ്യാം വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. എവിടം വരെയായി ഇൻവെസ്റ്റിഗേഷൻ? ഐ മീൻ ഡൽഹിയിലെ അന്വേഷണം. ഈ ഹ്യൂമൻ ടൈഗർ ഫോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണോ? അസാമിൽ നിന്ന് ആ ഗ്രൂപ്പ് കേരളത്തിലേക്ക് കടന്നിട്ടുണ്ട്, അത് ഉറപ്പാണ് സർ. ബൈസൺ വാലി ഫോറസ്റ്റിനുള്ളിൽ എവിടെയോ ആ ഗ്രൂപ്പ് ഉണ്ട്. കൊല്ലപ്പെട്ട സെബാസ്റ്റ്യൻ അയച്ചെന്ന റിപ്പോർട്ടിൽ കുറെ കൂടി ഇൻഫർമേഷൻസ് ഉണ്ട് സർ. നിതിൻ ജോഷ് 80കളിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഹോക്കി ടീം ക്യാപ്റ്റൻ. അതയാളുടെ ഭാര്യ ചാന്ദിനി. പാലക്കാട് പെരുവമ്പ് ഗ്രാമത്തിലെ ഒരു ശിവശങ്കരയ്യരുടെ മകൾ. ഈ ശിവശങ്കരയ്യർ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിരുന്നു. വളരെ ചെറുപ്പത്തിലേ നടന്ന ഒരു ഇന്റർകാസ്റ്റ് ലവ് മാരേജ് ആയിരുന്നു അവരുടേത്. ഈ പെൺകുട്ടി ജേർണലിസത്തിന് പഠിക്കുകയായിരുന്നു. പഠിക്കുന്ന കാലത്ത് ഒരുപാട് പ്രശസ്തയായിരുന്നു ചാന്ദിനി. ഇവർക്കൊരു മകനുണ്ട്, ഷിനാസ്. അവൻ ബൈസൺ വാലിയിലെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ രാജ്യത്ത് കലാപം അഴിച്ചുവിടുന്ന കുറെ മതഭ്രാന്തന്മാരുടെ സംഘടനയായ ഹ്യൂമൻ ടൈഗർ ഫോഴ്സിന്റെ ട്രാപ്പിലായ ഒരാളാണ് ഈ ജോഷ്. അയാളുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് 2 ഓപ്പറേഷൻ അവർ നടത്തിയിട്ടുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലും നോയിഡയിലും. രണ്ടിലും കൂടി ഏകദേശം 18ഓളം പേർ കൊല്ലപ്പെട്ടു. ആ ക്രൈമിൽ ജോഷ് അറസ്റ്റിലായെങ്കിലും നടന്ന സംഭവങ്ങളെക്കുറിച്ച് അയാൾക്കൊന്നും അറിയില്ലായിരുന്നു. അയാൾ അറിയാതെ അവരയാളെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. അയാളെ ടൈഗർ ഗ്രൂപ്പ് അഡോപ്റ്റ് ചെയ്തു. മുമ്പ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലും നാഗാലാൻഡിലെ ഒളിപ്പോരാളികളെ പിടിക്കുന്നതിലും തന്റെ മിടുക്കി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പരിപാടി എങ്ങനെയാ? ഐ മീൻ മോഡസ് ഓപ്പറാൻഡി. എല്ലാ കാര്യങ്ങളിലും ഒരല്പം സീക്രസി വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചാർജ് എടുക്കുന്നത് പോലും. ആദ്യം ആ സ്ഥലത്തൊരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഏറെ ശ്രദ്ധിച്ചു വേണം ഓരോ നീക്കവും. കുട്ടികളാണ് അവരുടെ ഗസ്റ്റ് ഹൗസ്. അതുകൊണ്ട് സമയമാകുമ്പോൾ മാത്രം ഫോഴ്സിനെ വിളിച്ചാൽ മതി. അതും വേണ്ടി വരികയാണെങ്കിൽ മാത്രം. പഴയ കാലത്ത് കാടിളക്കിയുള്ള ഒരു ഓപ്പറേഷൻ ആവശ്യമില്ല സാർ. എല്ലാ വിവരങ്ങളും താൻ എന്നെ അറിയിക്കണം. പിന്നെ എന്നാ താൻ അങ്ങോട്ട് പോകുന്നത്? അറിയിക്കാം സാർ. കുറച്ച് ദിവസം കൂടി ഞാനിവിടെ തലസ്ഥാനത്തുണ്ടാവും. ആവശ്യമുണ്ട് സാർ. ഗോ അഹെഡ്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സാർ. ഷിനാസിന് എന്താ പറ്റിയത്? അവനിന്ന് സ്കൂളിലും വന്നില്ല. അവന് പനിയാ. അരുണിന്റെ വീടിന്റെ അടുത്തല്ലേ അവൻ താമസിക്കുന്നേ? അതെ. നാളെ ഒന്ന് അന്വേഷിച്ചിട്ട് വരണം. ചെല്ല്. മണിയ, എന്താ ടീച്ചറെ? ഷീനാസിന്റെ വീട് വരെ ഒന്ന് പോയി അന്വേഷിക്കണം. 2-3 ദിവസമായി അവൻ സ്കൂളിൽ വന്നിട്ട്. ഞാൻ അവന്റെ വീട്ടിൽ പോയിരുന്നു ടീച്ചറെ. അവനെന്തോ വല്ലാതെ ആയിരിക്കണു. ആ എബിയുടെയും പപ്പയുടെയും മരണം അവനെ വല്ലാതെ ആക്കിണ്ടെന്ന് എനിക്ക് തോന്നണേ. പാവം, അവന്റെ കൂട്ടുകാരനല്ലേ മരിച്ചത്. ആൾക്കാരുടെ മരണം താങ്ങാൻ അവന്റെ മനസ്സിന് കഴിയില്ല. പാവം കുട്ടിയാ. ഇനിയിപ്പോ ടീച്ചറും ചെന്ന് അവനെ സമാധാനിപ്പിക്കും. എല്ലാം നേരിടാനുള്ള മനക്കരുത്തുണ്ടാവണം. അപ്പോഴേ നന്നായി വളരാൻ പറ്റൂ. സ്കൂളിൽ വരാതെ ഇവിടെ ഇങ്ങനെ ഇരുന്നാ മരിച്ചു പോയവര് തിരിച്ചു വരുമോ? വാ, എഴുന്നേക്ക്. എഴുന്നേറ്റ് ഈ ഉടുപ്പൊക്കെ മാറ്റി നല്ല കുട്ടിയെ റെഡിയാവ്. ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് ഇങ്ങനെ ഇരിക്കാ വേണ്ടത്. മോൻ ഇങ്ങനെയായാ മോന്റെ മമ്മയ്ക്ക് വിഷമാവില്ലേ? ദേ നോക്ക്, പാവം മോന്റെ മമ്മ.
മോൻ അരുതാത്തൊന്നും ആലോചിക്കരുത്, ഒക്കെ ശരിയാവും. എബിയെ കൊന്നതാ, എന്നെയും കൊല്ലും, എല്ലാരെയും കൊല്ലും. ഇല്ല, മോൻ ആരും ഒന്നും ചെയ്യില്ല. മനസ്സ് നിറയെ സ്നേഹം ഉണ്ടാവുമ്പോ ആർക്കും നമ്മളെ ദ്രോഹിക്കാൻ കഴിയില്ല. മോന്റെ മനസ്സ് നിറയെ എബിയോടുള്ള സ്നേഹമാണെന്ന് ടീച്ചർക്കറിയാം. സ്നേഹം കൊണ്ട് മാത്രമേ എല്ലാവരെയും കീഴടക്കാൻ പറ്റൂ. എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുമ്പോഴേ മനുഷ്യനാവൂ. പഠിച്ച് വലിയ ആളായി ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന ചീത്ത മനുഷ്യരെ മോൻ നേരിടണം. ചീത്ത മനുഷ്യർ ഭൂമിയിൽ ഇല്ലാതാവുമ്പോ ആർക്കും ആരെയും പേടിക്കേണ്ടി വരില്ല. മോൻ എഴുന്നേക്ക്, വാ. സൂര്യൻ പോൽ സാന്ത്വനം തേടുന്ന ജന്മം, കർമ്മബന്ധങ്ങൾ തൻ കണ്ണീർ സമുദ്രത്തിൽ ശോകാന്തനായി താന്തനായി താഴ്ന്നുവോ. സായാഹ്ന മേഘത്തിൻ യാഗാഗ്നിയിൽ ഏകാന്ത മൗനത്തിൻ തീജ്വാലയിൽ ജന്മം നൽകുമോ. സായാഹ്ന മേഘത്തിൻ യാഗാഗ്നിയിൽ ഏകാന്ത മൗനത്തിൻ തീജ്വാലയിൽ ചില്ലയും തേടി മണൽക്കാടു പിന്നിട്ടി മഴപക്ഷി എത്തുമ്പോൾ രാവേറെ പറന്നെത്തി മൗനത്തിൻ ശ്രുതിക്കൂടുമായി മെല്ലെ മനം നൊന്തു പാടുമ്പോൾ പിന്നിൽ വന്നു മെല്ലെ പൂച്ചിറകിൻ തൂവൽ പുൽകി സ്നേഹസാന്ദ്രമായി ശരനിരകൾ യാഗാഗ്നിയിൽ ഏകാന്ത മൗനത്തിൻ തീജ്വാലയിൽ താനേരിഞ്ഞാളും താപാർദ്ര സൂര്യൻ പോൽ സാന്ത്വനം തേടുന്ന ജന്മം, കർമ്മബന്ധങ്ങൾ തൻ കണ്ണീർ സമുദ്രത്തിൽ ശോകാന്തനായി താന്തനായി താഴ്ന്നുവോ. Left, right, 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 halt! Scouts, അടുത്ത തിങ്കളാഴ്ച നമ്മളൊരു ട്രക്കിങ്ങിന് പോകുന്നുണ്ട്. ബൈസൺ വാലി ഫോറസ്റ്റിന്റെ ഇന്റീരിയർ പോർഷനിലേക്ക്. വൺ ഡേ ട്രക്കിംഗ്. സാർ, എന്താ ഷിനാസ്? ആ കാട്ടിൽ ഒരുപാട് വൈൽഡ് ആനിമൽസും സ്നേക്സും ഉണ്ട് സാർ. അവിടെ ആരും പോകാറില്ല. വേണ്ട, നമുക്ക് അങ്ങോട്ട് പോകണ്ട.
എന്താ ഷിനാസ്, ഒരു സ്കൗട്ടിന് ധൈര്യം വേണം. ഏത് പ്രതികൂല കാലാവസ്ഥയിലും എന്തിനേയും തരണം ചെയ്യാനുള്ള മനോധൈര്യം, അതാ വേണ്ടത്. എനിഹൗ, എല്ലാവരും റെഡി ആയിക്കോളൂ. നെക്സ്റ്റ് മൺഡേ ഇറ്റ് ഇസ് എ ട്രിപ്പ് ഓഫ് ലെഷർ, മോറോവർ ഇറ്റ്സ് എ ട്രിപ്പ് ഓഫ് മെന്റൽ കോൺഫിഡൻസ്. എന്താ എന്താ മോനെ? പപ്പ ആരെയും കൊല്ലരുത്, അവരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആരാ മോനെ വരുന്നത്? സ്കൂളിലെ സ്റ്റുഡൻസ്. അവര് ട്രെക്കിംഗ് ഈ കാട്ടിലേക്കാ വരുന്നത്. പപ്പ അവരെ കൊല്ലരുത്, എനിക്ക് പേടിയാവുന്നു. മോൻ പേടിക്കണ്ട, പപ്പ ആരെയും കൊല്ലില്ല. അറിയാം. ദേ, അത് നോക്കിക്കേ, അതാണ് കുറവൻമല. ദേ, അവിടെ ഉണ്ടല്ലോ, ആ മലയ്ക്ക് അപ്പുറത്താണ് ഒരു വെള്ളച്ചാട്ടമുള്ളത്. നമുക്ക് അതങ്ങോട്ട് കാണാൻ പോവാം. Come on, quick. ആ, ഇനിയാണ് നമ്മൾ ബൈസൺ വാലി ഫോറസ്റ്റിന്റെ ഇന്റീരിയർ പോർഷനിലേക്ക് കടക്കുന്നത്. ബി കെയർഫുൾ. എന്താ എന്താ കാര്യം? அங்கே ஒரு பெரிய கொம்பன் தனியா தான் நிக்குது. நீங்க உள்ள போயிடாதே, தூர போ, தூர போ. ഓടിക്കോ, വേഗം വേഗം ഓടിക്കോ, 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 വേഗം. പോയിക്കോ. ജോഷ്, എന്താ ആലോചിക്കുന്നേ? വയ്യൽതാഫ്, എനിക്ക് ഈ കളി മടുത്തു. ജയവും തോൽവി അറിയാത്ത ഈ കളി. ബൈസ്റ്റാൻഡേഴ്സാണ് നമ്മള്. എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം അറിയില്ല. തുടക്കവും ഒടുക്കവും അറിയാത്ത ഈ കളിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് അറിയില്ല. താൻ തളരരുത്. തളർന്നാൽ ചോർന്നു പോകുന്നത് നമ്മുടെ ജീവനായിരിക്കും. ഇനിയൊന്നും നോക്കരുത്. ഗോ സ്ട്രേറ്റ്. നമ്മൾ വിശ്വസിക്കുന്ന തത്വത്തിൽ നിന്നും നമ്മൾ പിന്മാറരുത്. എല്ലാ പ്രതിബന്ധങ്ങളും ഒഴിവാക്കി മുന്നോട്ട് തന്നെ പോകണം. എങ്ങനെ മുന്നോട്ട് പോകാൻ? ചാന്ദിനി, മോൻ, ഇതെല്ലാം ഓർക്കുമ്പോ തെറ്റെന്റേതാണ്. ഒന്നും വേണ്ടായിരുന്നു. ഭാര്യ, കുടുംബം, വിധിക്കെതിരെ ഞാൻ കളിച്ചത്. ഒടുവിൽ മുന്നിൽ തോൽവി മാത്രം. അത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. എന്തായാലും ഒന്നുപെട്ടില്ലേ? താൻ തളർന്നാൽ പിന്നെ ഏറ്റെടുത്ത ഈ കാര്യം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അൽതാഫ്. മോനെയും ചാന്ദിനെയും കൂട്ടി എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടണം. ഒരു തോക്കിനും കണ്ടെത്താൻ പറ്റാത്ത ലക്ഷ്യം, അതാ ഞാൻ നോക്കുന്നത്. പോണം, എങ്ങോട്ടെങ്കിലും പോണം. എങ്ങോട്ടും രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല. ലക്ഷ്യം നേടുന്നവരെ നമുക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. ഒരിക്കലും നമുക്കതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. മുകളിലുള്ളവരുടെ തീരുമാനം നമുക്കനുസരിച്ചേ പറ്റൂ. I was playing with my doll when I heard a voice sing, "Bangles, bangles, little girl." ഷിനാസ്, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താ ടീച്ചർ? അനിൽ ഡൽഹിയിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. ആരാ പറഞ്ഞ ടീച്ചർ? അവന്റെ പാരന്റ്സിന്റെ കത്തുണ്ടായിരുന്നു. ഒരു മാസം അവനെ കണ്ടിട്ട്. ഡൽഹിയിൽ നിന്ന് വരുമ്പോ കുറെ ടോയ്സും കോമിക് ബുക്സും ഒക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവരും. എപ്പോഴാ ടീച്ചർ അവനെത്തുക? 6-ാം തീയതി ഈവനിങ് ട്രെയിനിൽ ഇവിടെ എത്തും. 7-ാം തീയതി രാവിലെ കാണാം. ഇനി നിനക്കൊരു കൂട്ടായല്ലോ. 3 ദിവസം കഴിഞ്ഞ് അനിൽ വരും. അവനെനിക്ക് ഒരുപാട് ടോയ്സ് കൊണ്ടുവരും. അച്ചുട്ടി ഡൽഹി പോയിട്ടുണ്ടോ? എന്റെ മമ്മയും പപ്പയും പോയിട്ടുണ്ട്. ഇനി നിങ്ങളാരും ഡൽഹി പോയിട്ടുണ്ടോ? ഇല്ല. നന്നായി. മണിയനങ്ങൾ പോയിട്ടുണ്ടോ? ഞാനൊരു ഞായറാഴ്ച പോയിട്ടുണ്ട്. എന്നാ പറ, എങ്ങനെയാ ഡൽഹി? ഡൽഹിക്ക് ഉരുണ്ടിട്ട് അവിടെ കുറെ കൊട്ടാരങ്ങളുണ്ട്. അവിടുത്തെ റോഡ് കണ്ടോ? ഇവിടത്തെ പോലെ ഒന്നല്ല. എല്ലാ മാർബിളും മൊസൈക്കും മ്യൂസിക് കൊണ്ട് ഉണ്ടാക്കിയേക്കണതാ. താജ്മഹൽ പോലെയോ? ഈ താജ്മഹൽ പോലെ. പിന്നെ കുറെ കുതിരവണ്ടികളുണ്ട്. ഈ കുതിരവണ്ടിയിൽ അത്ര ഒന്നും എത്തില്ല കേട്ടോ. പിന്നെ അവിടുത്തെ കുതിരകൾ എങ്ങനെ കരയാന്ന് നിങ്ങൾക്കറിയോ? എന്നാ ഞാൻ പറഞ്ഞുതരാം കേട്ടോട്ടാ.
ഇനി അവിടത്തെ കുതിരകൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കുതിരകൾ എങ്ങനെ കരയാന്ന് നിങ്ങൾക്കറിയോ? എനിക്കറിയാം. എങ്ങനെയാ? പത്തായ കുടവയറൻ കൊമ്പനാനയ്ക്കൊരു കുപ്പായം തുന്നാൻ മോഹം. അയ്യയ്യ, പത്തായ കുടവയറൻ കൊമ്പനാന കുപ്പായം തുന്നാൻ മോഹം. वो लोग दिसंबर 6 तारीख को आने वाली ट्रेन से आ रही है. 4 मंत्री के साथ 12 और लोग हैं. उस ट्रेन के कदम होते ही भारत से हम बदला ले पाएंगे. ജോഷ്, നമ്മളെ എതിർക്കുന്ന ആരും ജീവനോടെ ഇരിക്കരുത്. കൊല്ലണം, എല്ലാവരെയും കൊല്ലണം. ഡൽഹിയിൽ നിന്നുള്ള ആ ട്രെയിൻ ഇതുവഴി കടന്നു പോകുമ്പോൾ സമയം 4:30 പനങ്കൽ ബ്രിഡ്ജ് കഴിഞ്ഞുള്ള പാളത്തിൽ ബോംബ് പ്ലാന്റ് ചെയ്യണം. 3 മിനിറ്റ് വേണം ട്രെയിൻ പാലം കടക്കാൻ. അടുത്ത നിമിഷത്തിൽ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യണം. ആ ട്രെയിനിൽ നിന്നും ആരും രക്ഷപ്പെടരുതെന്ന് അറിയിച്ചിട്ടുണ്ട്. मेरे साथ और कौन कौन आएगा ये नहीं पता है. तुम्हारे साथ किरण और अजमल होगा. देन ओके. നോ, അരുത്. വീണ്ടും കുറെ ശവങ്ങൾ കൂടി. ഞാൻ എന്താ ചെയ്യാ? നമ്മുടെ ലക്ഷ്യങ്ങൾ ഒന്നൊന്നായി പൂർത്തിയാകാൻ പോയാണ്. തളരരുത്. പാലൂട്ടി വളർത്ത കിളി പഴം കൊടുത്ത് പാത്ത കിളി നാം വളർത്തും പച്ചை കിളി നാളെ വെറും കച്ചേരിക്ക് செல்லம்மா எங்கன் கண்ணம்மா ഹൈ ഹൈ செல்லம்மா எங்கன் கண்ணம்மா ഹൈ അങ്ങോട്ട് പോകുന്നട. പാലൂട്ടി വളർത്ത കിളി പഴം കൊടുത്ത് പാത്ത കിളി നാം വളർത്തും പച്ചை കിളി നാളെ വെറും കച്ചേരിക്ക് செல்லம்மா ഓ ഓ செல்லம்மா எங்கன் கண்ணம்மா ஐயோ செல்லம்மா எங்க കണ്ണമ്മ ഓ ഓ ഓ അടിക്കല കുതിര. ഓ പിന്നെ പക്രു, കുതിരയുടെ കയറൊന്നും പിടിച്ച് വലിക്കരുതിട്ടാ. അച്ചുട്ടി, അച്ചുട്ടി, അച്ചുട്ടി. മോനെ മണിയം വന്നു. എഴുന്നേക്ക്, സ്കൂളിൽ പോണ്ടേ? വാ. എന്ത് പറ്റി മാഷേ? മണിയനെ കാണാതിരുന്നപ്പോ മോന് ബോറടിച്ചു. ബോറടിച്ചോ? ബോറടിക്കാണെ തിരിച്ചടിക്കണ്ട കൂട്ടാ. വാ. പിന്നെ മോൻ നന്നായി പഠിക്കണം. പഠിച്ചു പഠിച്ച് വലിയൊരു കുതിരവണ്ടിക്കാരനാവണം എന്നെ പോലെ. കുതിര അടിക്കടാ. ഓ. Started from home. Just then, they saw a beautiful parrot on the branch of a tree. I can sell it. എല്ലാരും ടെക്സ്റ്റ് നോക്കിക്കേ. At the next fair, you can buy a necklace with the money. All right, his wife said. എന്താ ഷിനാസ്, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം. ഡൽഹിയിൽ വരുമ്പോ ഞാൻ തനിക്ക് ഒരുപാട് ടോയ്സും ടോഫിയും കൊണ്ടുവരാട്ടോ. The Aryans who lived in Central Asia came to India between 3000 BC and 1500 BC. They are called Indo-Aryans. പനങ്കൽ ബ്രിഡ്ജ് കഴിഞ്ഞുള്ള വളവിൽ ബോംബ് പ്ലാന്റ് ചെയ്യണം. ഒന്ന് മാത്രം ഞാൻ പറയാം, ആരും ആ ട്രെയിനിൽ നിന്നും രക്ഷപ്പെടരുത്. ട്രെയിൻ ഇതുവഴി കടന്നു പോകുമ്പോൾ സമയം 4:30. These races took place. The Aryans entered India in different times and different groups. The Aryans came into conflict with the local people known as Dasyas. Mingling of these races took place. By and by, they occupied regions known as Uttar Pradesh, Bihar, Orissa, Bengal and other parts of northern
ഷിനാസ്? അനില് അനില് അനില്? അനില് എന്ന ട്രെയിൻ. എന്താ? എന്ത് പറ്റി നിനക്ക്? സുഖല്ലേ? അല്ല, അനില് എന്ന ട്രെയിൻ അപകടത്തിലാ. അപകടത്തിലോ? ആ, എന്ത് അപകടത്തില്? പനങ്ങൽ പാലത്തിനടുത്ത് പാലത്തിനടുത്ത് ബോംബ് വെച്ചിട്ടുണ്ട്. ബോംബോ? ആ. ആര്? എന്റെ പപ്പ. മോന്റെ പപ്പയോ? ആ. മണിയാ, 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 വണ്ടി എടുക്ക. ബോംബ് ബോംബ് വെച്ചിട്ടുണ്ട്. പാളത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന്. വേ, വണ്ടി കയറ്. ഷിനാസേ, ദേ, ഈ ഷോള് കാണിച്ച് ട്രെയിൻ നിർത്താൻ പറ്റുമോ നോക്ക്. ടീച്ചർ വാ, നമുക്ക് നോക്കാം. നമ്മുടെ ഈ പ്ലാൻ എങ്ങനെയാ ചോർന്നു? ആരാ ഈ പ്ലാൻ ചോർത്തി കൊടുത്തത്? പറയാൻ. മുമ്പൊരിക്കലും നിങ്ങൾ പോയപ്പോൾ പരാജയപ്പെട്ടു. ആരാ നമ്മളെ തന്നെ ഒറ്റുകൊടുത്തത്? നൈസാബ്. ഞാനല്ല. പിന്നെ ആരാണ്? ഹെഡ്ക്വാർട്ടേഴ്സിലുള്ളവരോട് ഞാനാ സമാധാനം പറയേണ്ടത്. നമ്മളെ വിശ്വസിച്ച ഓരോ പ്ലാനും അവരെ ഏൽപ്പിക്കുന്നത്. എന്നിട്ടൊടുവിൽ നമ്മൾ പരാജയപ്പെട്ടാൽ നോ, അതുണ്ടാകരുത്. ആ ടീച്ചറുടെ ആരാണ് ഉണ്ടായിരുന്നത്? പറയേ, നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ആ ടീച്ചറും കുതിരവണ്ടിക്കാരനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരെയും കണ്ടില്ല. സംഘത്തിന്റെ ലക്ഷ്യങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്ന ആരും ജീവിച്ചിരിക്കരുത്. എന്റെ ഈശ്വര, ഏത് എണ്ണം കെട്ടവനെ കണിയോണ്ടാണ് ഞാൻ ഇന്ന് എണീറ്റത്. ശ്രീധരാ, മേലെ നിന്ന് എന്ത് അരളിപ്പാടാ ഉണ്ടായത്? ഒരു അത്യാവശ്യത്തിന് ഒന്നും ഗുണപ്പെടില്ല ദൈവമേ. എടോ, അവന്മാര് വേറെ വല്ല മെസ്സേജും തന്നോന്ന്? തന്നില്ല സർ. സാർ, എന്താടോ? ഒരു ശ്യാമോഹൻ വന്നിരിക്കുന്നു. സാറിന് അത്യാവശ്യം ഒന്ന് കാണണോത്രേ. ഏതോ പത്രക്കാരനാണെന്നാ പറഞ്ഞത്. ഒരുത്തനെയും കാണാൻ ഇപ്പൊ സൗകര്യമില്ല. മനുഷ്യനോട് തലയ്ക്ക് തീ പിടിച്ച് നിൽക്കുമ്പോഴാ ഒരു പത്രക്കാരൻ. എക്സ്ക്യൂസ് മീ സർ. ക്ഷമിക്കണം ബുദ്ധിമുട്ടിക്കുന്നതിന്. എന്താടോ? സാറിനോടൊന്ന് സംസാരിക്കണം. റെക്കമെൻഡേഷനാ. എന്നാ ഇത് നേരത്തെ പറയണ്ടോ? എന്നെ കാണാൻ DGP ശുപാർശ. അല്ലെങ്കിൽ മുകളിലുള്ളവർ ഓരോന്ന് പറയും. അവർക്ക് ഉത്തരവിട്ടാ മതിയല്ലോ. നമുക്ക് അവിടെ തലവേന. താൻ ഏത് പത്രത്തിൽ നിന്നാ? നാഷണൽ വോയിസ്, മുംബൈയിൽ നിന്ന് ഇറങ്ങുന്ന. ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങുന്ന പത്രം തന്നെ നേരെ വേണം നോക്കാൻ സമയം കിട്ടാറില്ല. പിന്നെ ഇംഗ്ലീഷ് പത്രം. തനിക്ക് എന്താ അറിയേണ്ടത്? DGPയുമായി സംസാരിച്ചപ്പോഴാണ് സാറിനെ വന്ന് കാണാൻ പറഞ്ഞത്. സെബാസ്റ്റ്യന്റെ ഫാമിലിയുടെയും രേവതി ടീച്ചറിന്റെയും മണിയൻ എന്ന കുതിരവണ്ടിക്കാരന്റെയും മരണത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് ഒന്ന് കിട്ടിയാൽ ഞങ്ങളുടെ പത്രത്തിൽ ഒരു കവർ സ്റ്റോറി ചെയ്യായിരുന്നു. സെബാസ്റ്റ്യന്റെ കൊലപാതകം ആ നക്സലൈറ്റ് ഗ്രൂപ്പ് നടത്തിയതാ. പിന്നെ രേവതി ടീച്ചറിന്റെയും ആ കുതിരവണ്ടിക്കാരന്റെയും മരണം അത് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക.
ഡൽഹിയിലുള്ള ഒരു തീവ്രവാദി സംഘടന ഇവിടം കേന്ദ്രീകരിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ സാർ സമ്മതിക്കും? ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. തീവ്രവാദികളാരും ഇവിടെ വന്നിട്ടുമില്ല, തമ്പടിച്ചിട്ടുമില്ല. അല്ല, ഞങ്ങൾ പത്രക്കാർക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻസ് ഞങ്ങളും അന്വേഷിക്കുന്നുണ്ടോ. ഇന്ന് വരെ അപരിചിതനായ ഒരുത്തനെയും ഞങ്ങൾ ഈ കാട്ടിൽ കണ്ടിട്ടില്ല. തെളിവുകൾ ഞാൻ തന്നാൽ സാർ എന്നെ സഹായിക്കൂ? എന്ത് തെളിവാ തന്റെ കയ്യിലുള്ളത്? കൊല്ലപ്പെട്ട സെബാസ്റ്റ്യൻ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് അയച്ചു കൊടുത്ത റിപ്പോർട്ട്. അതിൽ ഈ കാട്ടിൽ തീവ്രവാദി സംഘം ക്യാമ്പ് ചെയ്തതിന്റെ സകല ഡീറ്റെയിൽസ് ഉണ്ട്. IB-ന്ന് ഞങ്ങൾ ചോർത്തിയതാ. അയാളുടെ കൊലപാതകം ഒരു നക്സലൈറ്റ് ഗ്രൂപ്പ് നടത്തിയതല്ല സാർ. സെബാസ്റ്റ്യൻ ആ ടെററിസ്റ്റ് ഗ്രൂപ്പിനെ പിടിക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞപ്പോ ആ ഗ്രൂപ്പ് തന്നെയാണ് സെബാസ്റ്റ്യനെ കൊന്നത്. പിന്നെ ആ ട്രെയിൻ അപകടപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ പിന്നിലും ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. 4 മന്ത്രിമാരടങ്ങുന്ന ഒരു സംഘം ആ ട്രെയിനിൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അവരെ ഇല്ലാതാക്കാനായിരുന്നു പ്ലാൻ. അതെങ്ങനെയോ ലീക്ക് ഔട്ടായി. അങ്ങനെ ടീച്ചറും മണിയും കൊല്ലപ്പെട്ടത്. എന്താ സാർ, ഇനി എന്നെ സഹായിച്ചൂടെ? ഇതിപ്പോ ഞങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ തനിക്കറിയാലോ. ഞാൻ ഇനി എന്ത് പറഞ്ഞാ തന്നെ സഹായിക്കേണ്ടത്? ബൈസൺ വാലി മുഴുവൻ ഒന്ന് അരിച്ചു പെറുക്കിയാൽ അവരെ പിടിക്കാൻ ഇവിടുത്തെ പോലീസുകാർക്കാവില്ലേ? എടോ, എല്ലാ അത്യാധുനിക രീതിയിലുള്ള ആയുധങ്ങളുമായി കഴിയുന്ന അവരെ പിടികൂടാൻ ഈ സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാർ പോയാലും നടക്കില്ല. പിന്നെ എന്തിനാടോ കുറെ പോലീസുകാരെയും കൂടി കൊലയ്ക്ക് കൊടുക്കുന്നത്? ചത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിലിട്ടുന്ന എന്താ? പോലീസ് ബഹുമതിയോടെ ശവം അടക്കും. പിറ്റേന്ന് പത്രത്തിൽ തോക്കും താഴ്ത്തി പിടിച്ച് തല കുനിച്ചിരിക്കുന്ന സഹപ്രവർത്തകരുടെ ഫോട്ടോയും. സർ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഏതോ ഒരു നക്സലൈറ്റ് ഗ്രൂപ്പ് സ്റ്റേഷനിൽ വിളിച്ച് ക്രൈംബ്രാഞ്ച് ഓഫീസർ സെബാസ്റ്റ്യന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോ ഈ കാക്കിക്കുപ്പായ ഇട്ടുകൊണ്ട് തന്നെ ആ അന്വേഷണത്തിന്റെ ഫയൽ സാർ ക്ലോസ് ചെയ്തു. ആ കേസ് ഇന്റലിജൻസ് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. അതെ, ഞാൻ അന്വേഷിച്ചോളാം. പക്ഷെ അതിന് സാറിന്റെ സഹായം കൂടി വേണം. എന്നാ താൻ ചെന്ന് അന്വേഷിക്കുക. എന്റെ ആവശ്യം വരുമെന്ന് കണ്ടാ മതി. ശരി സാർ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഞാൻ ഇനിയും വരും. എടോ, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഏതോ എരണം കെട്ടനാണ് ഞാൻ കണി കണ്ടതെന്ന്. ഇരിക്കൂ. താങ്ക് യു സാർ. ഞാൻ ഷിനാസിനെ അന്വേഷിച്ച് വന്നതാണ് സാർ. 6th A-യിൽ പഠിക്കുന്ന ഷിനാസ്. മിസ്റ്റർ ശ്യാമോഹൻ ഷിനാസിന്റെ ആരാണ്? ഞാൻ ഷിനാസിന്റെ ആരുമല്ല. ഗൾഫിൽ ഷിനാസിന്റെ പപ്പയോടൊപ്പമാണ് ജോലി ചെയ്യുന്നത്. ആ, 6th A-യിലെ ഷിനാസിനെ വിളിക്കും. ശരി സാർ. എനിക്ക് അവന്റെ വീട്ടിലേക്കുള്ള വഴി അറിയില്ല, അതുകൊണ്ടാ. സോറി. ഇറ്റ്സ് ഓക്കെ. അവന്റെ പപ്പ കുറച്ച് സാധനങ്ങൾ എന്റെ കൈവശം തന്നയച്ചിട്ടുണ്ട്. അതൊക്കെ അവനെ ഒന്ന് ഏൽപ്പിക്കണം. സാർ, 2-3 ദിവസമായ കുട്ടി ക്ലാസ്സിൽ വന്നിട്ടില്ലെന്നാ മാലിന്യ ടീച്ചർ പറഞ്ഞത്. മിസ്റ്റർ ശ്യാമിന് ആ കുട്ടിയുടെ അഡ്രസ് തരാം. അത് മതിയാവില്ലേ? എനിക്കിവിടുത്തെ വഴികളൊന്നും അത്ര നിശ്ചയമില്ല. സാരമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല സാർ. ആ സെമിത്തേരിയുടെ സൈഡിലെ റോഡിലൂടെ നേരെ മേപ്പോട്ട് കയറിയാൽ മതി. ആ വഴിയിൽ വേറെ വീടൊന്നുമില്ല. ആ ഒറ്റ വീടേ ഉള്ളൂ. അതാ പയ്യന്റെ. താങ്ക് യു. ശരി സാർ. साहब, जिस घर में सेबास्टियन रहता था उस घर में एक नया ग्रुप रह रहा है. वो 3 लोग हैं. वो तीनों अपने आप को पत्रकार बताते हैं. उनमें एक आदमी स्कूल में जाकर शिनास के बारे में पूछताछ की. वो लोग कौन है? उसकी अच्छी तरह जान पड़ताल करो. यदि वो हमारे मामले में दखल दे दो, उन्हें खत्म करो. जी साहब. എന്തിനായിരിക്കും അയാൾ ഷിനാസിനെ അന്വേഷിച്ചത്? അൽത്താഫ്, നമ്മുടെ അടുത്ത പരിപാടികൾ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്തോ ശരിയാവില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യണം. ചിലപ്പോൾ സ്റ്റേറ്റ് പോലീസ് ഏത് നിമിഷവും ഈ കാട് മുഴുവൻ സെർച്ച് ചെയ്തേക്കും. അതിനു മുമ്പ് തൽക്കാലം സേഫ് ആയ ഒരു സ്ഥലം. ബൈസൺ വാലി ബോർഡറിലുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ അമ്പലത്തിലെ ഗുഹകൾ കുറച്ചു കാലത്തേക്ക് സേഫ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സ്ഥലമാകുമ്പോൾ മധുര വഴി രക്ഷപ്പെടാൻ എളുപ്പമാണ്. എങ്കിൽ എല്ലാം ഏർപ്പാട് ചെയ്തോളൂ. ഞാനൊന്ന് ഹെഡ് ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെടട്ടെ. ചാന്ദിനി, മോനെ അന്വേഷിച്ച് ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ? ഇല്ല. എന്താ? ഒന്നുമില്ല. പിന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകണം. എന്താ? എന്തു പറ്റി? ഹെഡ് ക്വാർട്ടേഴ്സിന്റെ ഡിസിഷനാണ്. എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാൻ വരാം. മോനെ ഇവിടെ അകത്ത് കിടക്കുക. രണ്ടു മൂന്ന് ദിവസമായി
അവൻ ആഹാരം പോലും കഴിക്കുന്നില്ല. സ്കൂളിലും പോവാതെ മുറിയിൽ തന്നെ ഒരേ ഇരിപ്പാ. മോനെ 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 എന്താ മോനെ എന്ത് പറ്റി നിനക്ക്? പോവാണോ? ഞാൻ വരാം. ഞാനൊന്ന് മോനെ കാണാൻ വന്നതാ. ചേച്ചി എപ്പോഴും മോനെ പറ്റി എഴുതുമായിരുന്നു. ആരാ? മനസ്സിലായില്ല. ഞാൻ ശ്യാം മോഹൻ, രേവതി ടീച്ചറുടെ ബ്രദറാ. മമ്മ ആ, മോനിവിടെ ഉണ്ടായിരുന്നോ? ആ, ഇത് മോന് വേണ്ടി അങ്കിള് വാങ്ങിയതാ. വാങ്ങിക്കോളൂ. ചേച്ചിയുടെ കത്തുകളിൽ എപ്പോഴും മോനെ പറ്റിയുള്ള വിശേഷങ്ങൾ ഉണ്ടാവുമായിരുന്നു. സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആണല്ലേ? ഞാൻ സ്കൂളിൽ പോയി അന്വേഷിച്ചിരുന്നു. മോൻ എന്താ 2-3 ദിവസമായി സ്കൂളിൽ പോകാത്തത്? അത് ഒരു പനി പോലെ. പനിയുണ്ടോ? ഏയ്, ഒന്നുമില്ല, ഒക്കെ മോന്റെ തോന്നല. അങ്കിളുടെ കൂടെ ഒരു ഡ്രൈവിന് വരുന്നോ? ജീപ്പുണ്ട്. വേണ്ട, വെറുതെ പുറത്തൊന്നും കറങ്ങരുതെന്നാ ഡോക്ടർ പറഞ്ഞത്. ക്ഷമിക്കണം, ചേച്ചി എഴുതാറുള്ള ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കാണണം. പിന്നെ ചേച്ചിയുടെ ഓർമ്മകളുമായി കുറച്ചു നേരം. 2-3 ദിവസം കൂടിയേ ഞാനിവിടെ ഉണ്ടാവും. സ്കൂളിൽ ചേച്ചിയുടെ ചില കാര്യങ്ങളൊക്കെ ശരിയായി കിട്ടാനുണ്ട്. അത് കഴിഞ്ഞാൽ ഈ സ്ഥലവും ചേച്ചിയും ഒക്കെ വെറും ഓർമ്മകളായി. ഐ എം സോറി, ഞാൻ എന്തൊക്കെയോ ജസ്റ്റ് എ ഡ്രൈവ്. പേടിക്കണ്ടെന്നേ, ഞാൻ ഉടനെ തിരിച്ചുകൊണ്ടെന്ന് വിട്ടേക്കാം. വാമനെ. खाई के पूर्व में जो मंदिर है वह हम सभी लोग पहुंच जाना. 2 दिन के लिए वो जगह सुरक्षित है. एक जीप का बंदोबस्त किया हुआ 2 गुट्टे में वहां से जाना. मथुरे के पास एक हाइडआउट प्लेस देख रहा है. 26 जनवरी के ऑपरेशन के डिटेल्स के साथ हमारा एक आदमी वहां होगा. हमारे आने के बाद ऑपरेशन के बारे में निश्चय किया जाएगा. तैयार हो. ആ പയ്യനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ഇനി നമ്മുടെ ഓരോ നീക്കവും. ചിലപ്പോൾ ജോഷ് അവിടെ വന്നു പോകുന്നുണ്ടാവണം. ആ വീടിനെ ചുറ്റിപ്പറ്റി നമ്മുടെ കണ്ണുകൾ ഉണ്ടാവണം എപ്പോഴും. ഒരു ഓപ്പൺ ഫൈറ്റ് ഉണ്ടാകുകയാണെങ്കിൽ ഫോഴ്സിന്റെ ആവശ്യമില്ലേ സർ? പോസിബിൾ, പക്ഷേ അങ്ങനെ ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത്.
ആ കുട്ടിയുമായി ഒരു നല്ല റിലേഷൻഷിപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലേ? ഒരു ബുള്ളറ്റ് പോലും നഷ്ടപ്പെടുത്താതെ അവരെ ട്രാപ്പ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാലും ആ കുട്ടിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ? സർ, സ്വന്തം അച്ഛനെ ഒറ്റിക്കൊടുക്കാൻ അവൻ തയ്യാറാവും തോന്നുന്നില്ല. എനിവേ, ലെറ്റ്സ് ട്രൈ ഫോർ ഇറ്റ്. ഹായ് ഷിനു, മോനെന്താ ഒറ്റയ്ക്ക്? കൂട്ടുകാരും കൂടെ വന്നില്ലേ? ഇങ്ങനെ പതുക്കെ പോയാൽ സ്കൂളിലെത്തുമ്പോഴേക്കും ലേറ്റ് ആവില്ലേ? മണിയനങ്ങൾ ഇല്ലാതായപ്പോ മോന്റെ സ്കൂൾ യാത്ര ഇങ്ങനെയായല്ലേ? കൂട്ടുകാരും ഇല്ലാതെ ഒറ്റയ്ക്ക്. ഏയ് കരയ്യ? സാരമില്ലാന്നേ. ആരില്ലാതായാലും മോൻ അങ്കിളില്ലേ? കരണ്ട കേട്ടോ. ഇനി മോനെ സ്കൂളിലേക്ക് അങ്കിൾ കൊണ്ടുപോകും, രാവിലെയും വൈകുന്നേരവും. എന്താ പോരെ? വാ കേറ്, ബാഗ് ഇങ്ങനെ. അങ്കിള് വൈകുന്നേരം വിളിക്കാൻ വരാം. താങ്ക് യു അങ്കിൾ. ചെൽ. ഓക്കെ ബൈ. അല്ല, മോൻ ഇവിടെ ഇരിക്കായിരുന്നു. അങ്കിൾ എവിടെല്ലാം അന്വേഷിച്ചോന്നറിയോ? ഇരിക്കിരിക്കും. എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നത്? സ്കൂളിൽ ചെന്ന് അന്വേഷിച്ചപ്പോ നേരത്തെ പോയിന്നറിഞ്ഞു. മോൻ എന്താ പറ്റിയത്? അങ്കിളിനറിയാം. മോനും എബിയും കൂടി ഇവിടൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടല്ലേ? പാവ എബി. ഈ ഭൂമി എത്രമാത്രം ഭംഗിയുള്ളതാണെന്നറിയാൻ ഇനി അവനില്ലല്ലോ. ആകാശവും പൂക്കളും പക്ഷികളും ഒക്കെ മോനെ വിട്ടു നിന്നിട്ട് അവൻ മോനെ തനിച്ചാക്കി പോയല്ലേ? രേവതി ടീച്ചറും മണിയനും എബി അവന്റെ പപ്പയും അമ്മയും ഒക്കെ എത്ര പെട്ടെന്നാ മോന് നഷ്ടമായത്. എത്രായിരം കുട്ടികൾക്ക് അവരുടെ അച്ഛനമ്മമാരെ നഷ്ടപ്പെടുന്നത്, എത്രായിരം കുട്ടികളാ കൊല്ലപ്പെടുന്നത്. ഓരോന്നും നഷ്ടമാവുമ്പോഴേ നമ്മൾ അതിന്റെ വേദന അറിയും, അല്ലേ മോനെ? ഈ ആളുകളെയൊക്കെ കൊല്ലുന്ന ആരാണെന്ന് മോൻ അറിയില്ലേ? അറിയാം. ബോംബ് കൊണ്ടും തോക്കുകൊണ്ടും ആളുകളെ കൊല്ലുന്ന മോന്റെ പപ്പയെ മോൻ അറിയാം. ആ പപ്പയെ മോൻ ഇഷ്ടമാണോ? ഇനി ഒരുപാട് ആളുകളെ മോന്റെ പപ്പ കൊല്ലും. അങ്ങനെയുള്ള പപ്പയെ മോൻ എങ്ങനെയാ സ്നേഹത്തോടെ പപ്പാന്ന് വിളിക്കുക? ആൾക്കാരെ കൊല്ലാതെ സ്നേഹിക്കല്ലേ വേണ്ടത്? മോന് സ്നേഹിക്കാൻ അറിയാം. സ്നേഹം ഉള്ളിലുണ്ടെങ്കിലേ നമുക്ക് മനുഷ്യരാകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളൊക്കെ രാക്ഷസന്മാരാകും. രാക്ഷസനായ ആ പപ്പ എവിടെയാണുള്ളത്? മോൻ പറയില്ലെങ്കിൽ വേണ്ട. പപ്പയുടെ കൂടെ നടന്ന് ഒടുവിൽ മോനും ആളുകളെ കൊല്ലാൻ പഠിക്കാം. ഒരുപാട് ശവങ്ങളെ കൊണ്ട് ഇവിടെ നിറയും. ഇവിടുത്തെ കാറ്റിന് പോലും ചോരയുടെ മണമായിരിക്കും. അങ്ങനെ ഒരു ഭൂമിയിൽ ജീവിക്കണം. മോൻ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. അല്ലെങ്കിൽ രാജ്യം എന്നും ആദരിക്കുന്ന, രാജ്യത്തെ ആളുകളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു നല്ല ഭാരതീയനാവുക. രണ്ട് വഴിയിൽ ഏത് വേണമെന്ന് മോന് തന്നെ തീരുമാനിക്കാം.
മോനെ അന്വേഷിച്ച് രേവതി ടീച്ചറിന്റെ ബ്രദർ ഇവിടെ വന്നിരുന്നു. ടീച്ചറുമായി അവൻ നല്ല അടുപ്പത്തിലായിരുന്നല്ലോ. അപരിചിതരായ ആരോടും ഇനി ഒന്നും സംസാരിക്കണ്ട. നമ്മളിവിടുന്ന് ക്യാമ്പ് ഷിഫ്റ്റ് ചെയ്യാം. ഞാനും അൽത്താഫും വണ്ടിയുമായി വരും. മോനെയും നിന്നെയും കൊണ്ട് നേരെ ഡൽഹിക്ക്. അവിടെ നിങ്ങൾക്കൊരു ഷെൽട്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യ സാധനങ്ങൾ മാത്രം എടുത്താൽ മതി. അണക്കര 8 മൈലിൻ്റെ അടുത്ത് നീ മോനെയും കൊണ്ട് വെയിറ്റ് ചെയ്യണം. എന്താ വന്നേ? ഇന്ന് രാത്രി പപ്പ വരും. എന്നെയും മമ്മിയും കൂട്ടിക്കൊണ്ടുപോകുന്ന പറഞ്ഞേ. അണക്കര 8 മൈലിനടുത്ത് കാത്തിരിക്കാനാ പപ്പ മമ്മയോട് പറഞ്ഞേ. ഞാൻ പോട്ടെ. ഏതെണ്ണം കിട്ടവനാണോ എന്തോ ഇന്നത്തെ. ഇതിപ്പം വല്ലാത്ത ചതിയായിപ്പോയി സാറേ. DGP വിളിച്ച് പറഞ്ഞപ്പോ ഞാനാകെ അന്തം വിട്ടുപോയി. എന്റെ ഈശ്വര, സെൻട്രൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സാറിനൊപ്പം ഒരാൾ എന്റെ മുന്നിൽ നിന്ന് നാടകം കളിക്കുന്നു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പൊറുക്കണം. ഇറ്റ്സ് ഓൾ റൈറ്റ്. താങ്ക് യു സാർ. സാർ, കോമ്പിംഗ് ഓപ്പറേഷനിലെ ഫോഴ്സ് മുഴുവൻ തലസ്ഥാനത്ത് നിന്ന് എത്തിയിട്ടുണ്ട്. എന്താ സാറിന്റെ ഒരു... വേണ്ടി വന്നാൽ മാത്രം ഫോഴ്സിനെ ഉപയോഗിച്ചാൽ മതി. ബോർഡറിലുള്ള ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ അമ്പലത്തിലാണ് അവർ താൽക്കാലികമായി ക്യാമ്പ് ചെയ്യുന്നത്. താവളം മാറ്റാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ആ അമ്പലം. ഇതുവഴി താഴോട്ടിറങ്ങിയാൽ മധുര റോഡാണ്. മിക്കവാറും മധുര വഴി രക്ഷപ്പെടാനായിരിക്കണം അവരുടെ പ്ലാൻ. ഫോഴ്സിനെ 3 ഗ്രൂപ്പായി തിരിക്കണം. സൗത്തിലും ഈസ്റ്റിലുമായി 2 കാട്ടുപാതകൾ അമ്പലത്തിനടുത്തേക്കുണ്ട്. നോർത്ത് സൈഡിൽ ഡെൻസ് ഫോറസ്റ്റ്. 3 വഴി നമ്മൾ ബ്ലോക്ക് ചെയ്യണം. ഈ ഭാഗത്ത് അഗാധമായ കൊക്കയായതുകൊണ്ട് ഇതുവഴി അവർക്ക് താഴോട്ടിറങ്ങാനാവില്ല. ഫോഴ്സിനെ ലീഡ് ചെയ്യുന്നത് രാജേഷ് ആയിരിക്കും. പിന്നെ അരവിന്ദൻ താങ്കളോടൊപ്പം ഉണ്ടാവും. ഓക്കെ സാർ. എത്രയും പെട്ടെന്ന് നമുക്ക് അവരെ പിടിക്കണം സാർ. ഇപ്പൊ എനിക്കൊരു ധൈര്യം തോന്നുന്നുണ്ട് സാർ. കോടമഞ്ഞ് മൂടുന്നതിന് മുമ്പ് യാത്ര തിരിക്കണം. ഫോഴ്സ് റെഡിയായാൽ ഗോ വിത്ത് ദം. ഓക്കെ സാർ. 10 ലക്ഷം രൂപ തലയ്ക്ക് വിലയുള്ള പുള്ളിയാണ് അവൻ. അവനെ പിടിച്ചില്ലെങ്കിൽ ഈ നാടാകെ കുട്ടിച്ചോറാകും. നമ്മുടെ കഷ്ടകാലത്തിന് അവനെങ്ങാനും സറണ്ടർ ചെയ്താലോ? അവനെ കൊണ്ടൊന്ന് ഇലക്ഷൻ നിർത്തി MLA യോ മന്ത്രിയോ ഒക്കെ ആക്കും. പിന്നെ അവനെ സല്യൂട്ട് ചെയ്യേണ്ട ഗതികേട് നമുക്കാ. അവനെ പിടിക്കാൻ കഴിഞ്ഞാൽ എന്റെ കാര്യം ശരിയാവും. പ്രമോഷൻ. പോവാം. കൂടെയുള്ളവരെല്ലാം പോയി കഴിഞ്ഞു. മോനെവിടെ? മോനെ കാണാനില്ല. അവനെവിടെ പോയി? മിസ്റ്റർ ജോഷ്, മോനെയാണല്ലേ അന്വേഷിക്കുന്നത്? ഷിനാസ് ഞങ്ങളോടൊപ്പം. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. Turn around. രക്ഷപ്പെടാൻ നോക്ക്.
വേഗം. ഷിനാസ്, ബന്ധങ്ങൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. വേഗം ജീപ്പ് എടുക്കുക. കീഴടങ്ങുന്നതാണ് നല്ലത്. നിന്റെ സംഘത്തിൽപ്പെട്ടവരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സറണ്ടർ. രാഷ്ട്രം നിങ്ങളുടെ മകനെ ആദരിച്ച ദിവസമാണ്. നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് അവന് പപ്പയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. സാർ, ഒരപേക്ഷയുണ്ട്. ഇനിയൊരിക്കലും ഇവനിവിടെ കൊണ്ടുവരരുതെന്നും എന്നെ കാണിക്കരുതെന്നും ചാന്ദിനിയോട് പറയണം. ഇവന്റെ മനസ്സിൽ ഞാനുണ്ടാവരുത്, എന്റെ നിഴൽ പോലും. പേടിക്കണ്ട, നിങ്ങൾ ചെയ്ത തെറ്റുകളൊന്നും ഷിനാസ് ആവർത്തിക്കില്ല. ഈ രാജ്യത്തിന് നിങ്ങൾ വീഴ്ത്തിയ കളങ്കം തുടച്ചു നീക്കുന്നത് ഇവനായിരിക്കും. ഭാരതത്തിന്റെ സംസ്കാരവും പൈതൃകവും ഒക്കെ കാത്തു സൂക്ഷിച്ച് ശാന്തിയുടെ ലോകത്തേക്ക് നയിക്കുന്നത് ഇവന്റെ തലമുറയായിരിക്കും. പൊയ്ക്കോളൂ.